ആയി കുറച്ചു നാൾ മുന്നേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് കാണാം എന്ന് വെച്ചിട്ടാണ് പോയത്. കൂട്ടുകാരിക്ക് 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ് കൂട്ടുകാരിക്കുള്ളത്. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടിയാണ് ഞങ്ങൾ 2 ആളും കൂടിയാണ് ആ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്നു കുറച്ചു നേരമൊക്കെ സംസാരിച്ചു. കൂട്ടുകാരിയുടെ അമ്മയെ കണ്ടു. അമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നപ്പോഴേ ഈ കൂട്ടുകാരത്തേക്ക് 2 മക്കളാണ്. ഈ കൂട്ടുകാരിയുടെ മൂത്ത മകനെ പറ്റി വാചാലമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പഠിക്കാൻ മിടുക്കനാണ്, ഈ അലമാരിയിലിരിക്കുന്ന, ഈ ഷെൽഫിലിരിക്കുന്ന, ഈ ഷോക്കേസിലിരിക്കുന്ന ട്രോഫി മുഴുവനും അവന് കിട്ടിയതാണ്. അവൻ പഠിക്കാൻ മിടുക്കനാണ്, സ്പോർട്സിന് മിടുക്കനാണ്, അത് എല്ലാ ആക്ടിവിറ്റിയിലും അവൻ മിടുക്കനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവന് എല്ലാ കാര്യത്തിലും അവൻ മിടുക്കനാണ്, നല്ല ആക്ടിവിറ്റി ഉള്ളവനാണ്, എപ്പോഴും അവന് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവൻ എപ്പോഴും ആക്റ്റീവാണ്, 24 മണിക്കൂർ അവൻ ആക്റ്റീവാണ് എന്നിങ്ങനെയുള്ള വാതോരാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാകട്ടെ അവളുടെ ഇളയ മകനാകട്ടെ ഈ വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നു, അമ്മയുടെ അടുത്തിരുന്നു, അമ്മയുടെ കാലിനൊക്കെ വേദനയാണ്, കാല് തിരുമുന്നു, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കടയിൽ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ കൂട്ടുകാരത്തി പറയുവാണ്, ഇളയ മോനെ അവന് ഒരു കാശിനും കൊള്ളത്തില്ല, അവന് പഠിക്കാനും മണ്ടനാണ്, അവന് ഒരു കാശിനും കൊള്ളത്തില്ല, വീട്ടിലാണെങ്കിൽ എപ്പോഴും അടങ്ങി ഒതുങ്ങിയൊന്നും ഇരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കും, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് മൂത്ത മോനെ പൊക്കി പറയുക, ഇളയ മകനെ അങ്ങ് തരം താഴ്ത്തി പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഇഞ്ഞു പോരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു, എന്താണ് ചേച്ചി അവരിങ്ങനെ മക്കളോടൊരു വ്യത്യാസം കാണിക്കുന്നത് എന്നെന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ ആ കൂട്ടുകാരി ഒന്ന് കാണാനിടയായി. കണ്ടുടനെ വിശേഷങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പം പറഞ്ഞ മക്കളൊക്കെ ഇവിടെ. അപ്പം പറഞ്ഞു മൂത്ത മോനെ ലണ്ടനിൽ പോയി, ഇളയ മകൻ ഇവിടെ ഉണ്ട്, അവന് ഇവിടെ ഒരു സ്കൂളിൽ മാഷായിട്ടൊക്കെ ജോലി കിട്ടി, വലിയ മിടുക്കനല്ലേലും ഒരുമാതിരി പഠിക്കുമായിരുന്നു, അത്രയേ ഉള്ളൂ. മൂത്ത മകനായിട്ട് ഭയങ്കര മിടുക്കനായിരുന്നു, അവന് ലണ്ടനിലാണെന്ന്. ഇളയ മകന് അവന് ഞങ്ങളുടെ കൂടെ ഒക്കെ തന്നെയാണ്. ഇപ്പം മൂത്ത മകന് ഞങ്ങൾ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കുകയായിട്ട് അവൻ ഇങ്ങോട്ട്